സോഡിയം ബോറോഹൈഡ്രൈഡ്, ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഇവ രണ്ടും ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് റെഡ്യൂസിംഗ് ഏജൻസ് ആണ്. ഇതിൽ സോഡിയം ബോറോഹൈഡ്രൈഡ് ഒരു മൈൽഡ് റെഡ്യൂസിംഗ് ഏജന്റ് ആണ്, അതായത് ശക്തി കുറഞ്ഞ ഒരു റെഡ്യൂസിംഗ് ഏജന്റ് ആണ്. എന്നാൽ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് വളരെ ശക്തി കൂടിയ ഒരു റെഡ്യൂസിംഗ് ഏജന്റ് ആണ്. ഒരു കോമ്പൗണ്ടിലേക്ക് ഹൈഡ്രജൻ ആറ്റത്തിനെ കൊടുത്തതിന് ശേഷം ആ കോമ്പൗണ്ടിനെ അതിൻ്റെ ഉയർന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് താഴ്ന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന, അതായത് കോമ്പൗണ്ടുകളെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ റെഡ്യൂസിംഗ് ഏജൻസ് എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിൽ കോമ്പൗണ്ടുകളിലേക്ക് ഹൈഡ്രജൻ ആറ്റത്തെ കൊടുത്ത് അവയെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതിനാൽ നമ്മൾ സോഡിയം ബോറോഹൈഡ്രൈഡിനെയും ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിനെയും റെഡ്യൂസിംഗ് ഏജൻസ് ആയി ഉപയോഗിക്കുന്നു. ആൽഡിഹൈഡ്സിലെയും കീറ്റോൺസിലെയും കാർബൺ ആറ്റംസ് ആൽക്കഹോൾസിലെ കാർബൺ ആറ്റത്തെക്കാളും ഉയർന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഉള്ളത്. അതിനാൽ നമ്മൾ അവയിലേക്ക് സോഡിയം ബോറോഹൈഡ്രൈഡിനെയോ അല്ലെങ്കിൽ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിനെയോ ആഡ് ചെയ്യുമ്പോൾ ഇവ ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും ആൽക്കഹോൾസ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് സോഡിയം ബോറോഹൈഡ്രൈഡിനേക്കാളും സ്ട്രോങ് റെഡ്യൂസിംഗ് ഏജന്റ് ആയതിനാൽ അതിന് ലെസ് റിയാക്റ്റീവ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആയിട്ടുള്ള കാർബോക്സിലിക് ആസിഡ്സിനെയും എസ്റ്റേഴ്സിനെയും ആൽക്കഹോൾസ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ സോഡിയം ബോറോഹൈഡ്രൈഡ് മൈൽഡ് റെഡ്യൂസിംഗ് ഏജന്റ് ആയതിനാൽ അതിനെ കൂടിയ റിയാക്റ്റീവ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആയ ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുമെങ്കിലും കാർബോക്സിലിക് ആസിഡ്സിനെയും എസ്റ്റേഴ്സിനെയും റെഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിന് ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും ആൽക്കഹോളായി കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. സോഡിയം ബോറോഹൈഡ്രൈഡിനും ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിനും കാർബോക്സിലിക് ആസിഡിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലുള്ള ആസിഡ് ക്ലോറൈഡിനെ ആൽക്കഹോളായി റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ സോഡിയം ബോറോഹൈഡ്രൈഡ് സൈക്ലോഹെക്സനോൺ എന്ന ഈ കീറ്റോണിനെ സൈക്ലോഹെക്സനോൾ എന്ന ആൽക്കഹോളായി റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ സോഡിയം ബോറോഹൈഡ്രൈഡ് ബ്യൂട്ടനാൽ എന്ന ഈ ആൽഡിഹൈഡിനെ ബ്യൂട്ടനോൾ ആയിട്ടും റെഡ്യൂസ് ചെയ്യുന്നു. സോഡിയം ബോറോഹൈഡ്രൈഡിന് ആസിഡ് ക്ലോറൈഡ്സിനെയും റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഈ കാർബോണിൽ ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്ത് ഇവിടെ ഒരു OH ഗ്രൂപ്പ് വരികയും ഈ ഗ്രൂപ്പ് ഇവിടുന്ന് പോവുകയും ചെയ്യുന്നു. ഇതാണ് ഈ റിയാക്ഷന്റെ പ്രൊഡക്റ്റ്. നമുക്ക് ആൽഡിഹൈഡ്സും കീറ്റോൺസുമാണ് ഉള്ളതെങ്കിൽ ഒരു ഹൈഡ്രജൻ ആറ്റത്തെ ആഡ് ചെയ്തിട്ടാണ് സോഡിയം ബോറോഹൈഡ്രൈഡ് അവയെ റെഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ ആദ്യമേ ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, അതിനെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോഡിയം ബോറോഹൈഡ്രൈഡ് ഇതിലേക്ക് മറ്റൊരു ഹൈഡ്രജനെ ആഡ് ചെയ്താണ് ഇതിനെ ആൽക്കഹോളാക്കി മാറ്റുന്നത്. ആ ഹൈഡ്രജനെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു ആസിഡ് ക്ലോറൈഡ് ആണ് നമുക്ക് ഉള്ളതെങ്കിൽ സോഡിയം ബോറോഹൈഡ്രൈഡ് ഒരു ഹൈഡ്രജനെ അല്ല, മറിച്ച് രണ്ട് ഹൈഡ്രജനെയാണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതിനാൽ ഈ റിയാക്ഷന്റെ മെക്കാനിസം ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. അടുത്തത് നമ്മൾ ഈ റിയാക്ഷന്റെ മെക്കാനിസമാണ് പറയുന്നത്. ഇവിടെ നമുക്ക് സൈക്ലോഹെക്സനോൺ ആണ് ഉള്ളത്. ഇതിലേക്ക് നമ്മൾ സോഡിയം ബോറോഹൈഡ്രൈഡിനെയാണ് ആഡ് ചെയ്യുന്നത്. ഇവിടെ ബോറോണിന് നെഗറ്റീവ് ഫോമൽ ചാർജ് ആണ് ഉള്ളത്. ഫോമൽ ചാർജ് എന്നത് പാർഷ്യൽ ചാർജിൽ നിന്നും വ്യത്യസ്തമാണ്. ഹൈഡ്രജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ബോറോണിനേക്കാളും കുറച്ച് കൂടുതലാണ്. അതിനാൽ ഹൈഡ്രജന് പാർഷ്യൽ നെഗറ്റീവ് ചാർജും, എന്നാൽ ബോറോണിന് ഒരു നെഗറ്റീവ് ഫോമൽ ചാർജ് ഉണ്ടെങ്കിൽ കൂടെയും ഹൈഡ്രജനെ അപേക്ഷിച്ച് അതിന് പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇവിടെ ഓക്സിജൻ ആറ്റവുമായി ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ള കാർബൺ ആറ്റത്തിന് പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്സിജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കാർബണിനേക്കാളും കൂടുതലായതിനാൽ ഓക്സിജന് പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിനാൽ ഇവിടെയുള്ള ഹൈഡ്രൈഡ് അയോൺ കാർബോണിൽ ഗ്രൂപ്പിലെ കാർബൺ ആറ്റത്തിലേക്ക് ആകർഷിക്കപ്പെടും. ഇവിടെ ബോറോൺ ആറ്റത്തിലെ നെഗറ്റീവ് ഫോമൽ ചാർജിനെ ബാലൻസ് ചെയ്യുന്നത് സോഡിയം അയോണിന്റെ പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഹൈഡ്രൈഡ് അയോൺ കാർബോണിൽ കാർബണിനെ അറ്റാക്ക് ചെയ്യുകയും ഇത് ഈ പൈ ബോണ്ട് ബ്രേക്ക് ചെയ്യാനും കാരണമാവുന്നു. ഇത് ഒരു ആൽക്കോക്സൈഡ് അയോൺ ഉണ്ടാവാൻ കാരണമാവുന്നു. ഒരു ആൽക്കോക്സൈഡ് അയോണിൽ കാർബൺ ആറ്റവുമായി ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ള ഓക്സിജൻ ആറ്റത്തിന് ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും. ഇത് നമ്മൾ ഈ കോമ്പൗണ്ടിലേക്ക് ആഡ് ചെയ്ത ഹൈഡ്രജൻ ആറ്റമാണ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ ആൽക്കോക്സൈഡ് അയോണിനെ പ്രോട്ടോണേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനായി നമ്മൾ ഹൈഡ്രോണിയം അയോണിനെയാണ് ആഡ് ചെയ്യുന്നത്. ഈ ഓക്സിജൻ ഇവിടുത്തെ ഹൈഡ്രജനെ ഗ്രാബ് ചെയ്ത് ഒരു ആൽക്കഹോളായി മാറുന്നു. ഇങ്ങനെയാണ് സോഡിയം ബോറോഹൈഡ്രൈഡ് എന്ന റെഡ്യൂസിംഗ് ഏജന്റിനെ ഉപയോഗിച്ച്
നമ്മളൊരു മോളിക്യൂളിലേക്ക് ഹൈഡ്രജനെ ആഡ് ചെയ്യുന്നതിലൂടെ അതിനെ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ ഓക്സിഡേഷൻ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ നമ്മൾ ഒരു മോളിക്യൂളിലേക്ക് ഓക്സിജനെയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അത് ഓക്സിഡേഷനും, എന്നാൽ ഓക്സിജനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ അത് റിഡക്ഷനുമായിരിക്കും.